ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൂമാണ്. തൂം നമ്മുടെ അറേബ്യൻ ഗാർലിക് സോസാണ്. അൽഫഹാം, ഷവർമ, ഗ്രിൽ ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ ഇതിനായിട്ടൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സോസ് തന്നെയാണ്. ഒരുപാട് പേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടതുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എളുപ്പത്തിൽ ഈ തൂം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്. ഇത് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു റെസിപ്പിയാണ്. 2-3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെക്നീക്ക് മനസ്സിലാവും. ഞാനിവിടെ കാണിക്കുന്നുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഇത് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ സ്ട്രോങ് ബ്ലെൻഡർ ആയിരിക്കണം, ബ്ലെൻഡർ വളരെ ഡ്രൈ ആയിരിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 6 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയുള്ള വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുക. വലിയ ഗാർലിക് ക്ലോവ്സ് 6 എണ്ണം ഇതുപോലെ ചതച്ചെടുക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ചതച്ച് മാറ്റി വെക്കണം. ഇനി നമുക്കൊരു മുട്ടയുടെ വെള്ള വേണം ഇതിന്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഗാർലിക് സോസ് അല്ലെങ്കിൽ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പേസ്ചറൈസ്ഡ് ആയിട്ടുള്ള എഗ്സ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, ബാക്ടീരിയ ഒക്കെ ഒഴിവാക്കാൻ. അപ്പോൾ മുട്ടയുടെ വെള്ള മാത്രം നമ്മൾ എടുക്കണുള്ളൂ. സെപ്പറേറ്റ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ആവശ്യമനുസരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ 1 കപ്പ് ഓയിൽ വെച്ചിട്ടാണ് ഈ സോസ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് 240 മില്ലിയാണ്. അപ്പോൾ നമുക്ക് ബ്ലെൻഡർ എടുക്കണം. ബ്ലെൻഡർ വളരെ ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. തലേന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടാവണം. അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്യാം. അപ്പോൾ ബ്ലെൻഡറിന് ഇതുപോലത്തെ മൂടി ഉണ്ടാവും. ഇതിലേക്ക് കൂടി നമുക്ക് ഓയിൽ പോർ ചെയ്ത് കൊടുക്കാനുള്ള ഈ ഹോള് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഹൈ സ്പീഡിൽ ഓൺ ആക്കിയിട്ട് ഇതുപോലത്തെ ഒരു ബോട്ടിലിൽ നിന്ന് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അത് പോർ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പോർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്, കപ്പിൽ നിന്നൊക്കെ ഒരുപാട് കൂടുതൽ അളവിൽ ഒഴിക്കരുത്. നൂല് പോലെ വളരെ കനം കുറഞ്ഞ ഒരു ലൈന് പോലെ പതുക്കനെ ഒഴിക്കണം ഓയിൽ, ഈ പ്രോസസ്സ് മുഴുവൻ കഴിയണവരെ. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് നനഞ്ഞതിന് ശേഷം നമ്മുടെ ഗാർലിക്ക് നമുക്ക് തുറന്ന് സ്പാച്ചുല വെച്ചിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഗാർലിക്ക് സൈഡ്സിലേക്ക് പോയിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം. അപ്പോൾ ഈ ഓയിൽ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ മിക്സ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒരു ഫണൽ ഈ ഹോളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, തെറിക്കില്ല. വീണ്ടും നമ്മൾ ഓണാക്കി ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നൂല് പോലെ ഈ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ല റിസൾട്ട്സ് എനിക്ക് കിട്ടാറ്. ഇതുപോലെ തിന്നായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കന, ഒട്ടും ധൃതി കൂട്ടരുത്, അല്ലെങ്കിൽ നമ്മുടെ സോസ് കട്ടി വെക്കില്ല, എണ്ണ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഗാർലിക് ഒന്ന് എണ്ണയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ എഗ് വൈറ്റ് എടുത്തിട്ട് ഇപ്പം ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഗ് വൈറ്റ് ചേർത്ത ഉടനെ വൈറ്റ് ആയി തുടങ്ങും, ഒന്ന് പതിഞ്ഞ് തുടങ്ങും. അത് നമുക്ക് കാണാം. കുറച്ച് നേരം ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ വെച്ച് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇത് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കും. കട്ടി ആവുന്തോറും നമ്മുടെ മിക്സിയുടെ സൗണ്ട് ഇങ്ങനെ ഹാർഡായി തുടങ്ങും. നമുക്കത് കേട്ട് ശീലമാകുമ്പോൾ മനസ്സിലാവും സോസ് റെഡി ആയോ എന്ന്. കണ്ടില്ലേ, നൂല് പോലെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും, കുറച്ച് ക്ഷമ വേണം, എന്നാലേ ആ നല്ല സോസ് കിട്ടുള്ളൂ. ഒരുവിധം കട്ടിയായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനൊരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. വീണ്ടും അടിച്ചുകൊണ്ടിരിക്കും. നാരങ്ങനീര് ചേർക്കുമ്പോഴും ഇതൊന്നും കൂടി കട്ടിയാവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം കുറച്ച് നേരം അടിച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയായെന്ന്. കുറച്ചും കൂടി എണ്ണ ബാക്കിയുണ്ട്, ആ സമയത്ത് വേണം ഇത് ചെക്ക് ചെയ്യാൻ. ഇപ്പം നോക്കുമ്പോൾ കട്ടിയായിട്ടുണ്ട്, എന്നാലും ഒരു മുകളിലൊരു ലെയർ ചെറുതായിട്ട് ലിക്വിഡ് പോലെ ഒരു ഓയിലി ലെയർ ഉണ്ട്. അതുപോലെ കട്ടി പോരാ, കുറച്ചും കൂടി ആവണം. ഇതിങ്ങനെ ഇഴുകി പോകുന്ന ഒരു ടെക്സ്ചറാണ് ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് പിന്നെയും
ബ്ലെൻഡർ ഓണാക്കി ബാക്കിയുള്ള ഓയിലും കൂടി ഇതുപോലെ pour ചെയ്ത് തീർക്കണം. എന്നിട്ട് എപ്പോഴും എനിക്കൊരു ടിപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്, ഏറ്റവും അവസാനം ഇത് കട്ടിയായി വന്നതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ ഐസ് വെള്ളം, ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന വെള്ളമാണ്, അത് ഒഴിക്കുമ്പോൾ നന്നായി കട്ടിയായി പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഫേമായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ടെക്സ്ചർ മയോണൈസ് പോലെ തന്നെ ഉള്ള ടെക്സ്ചർ ആയിട്ടുണ്ട്. തീരെ ഇഴുകി പോണില്ല, ഓയിലി അല്ല. ഇതാണ് നമ്മുടെ ഗാർലിക് സോസിന് ഏറ്റവും നല്ല കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളിയുടെ കുത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഗ്ലാസ് ജാറിൽ അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ രാത്രി മുഴുവൻ മാറ്റി വെച്ചാൽ അടുത്ത ദിവസം നല്ല പെർഫെക്റ്റ് ഫ്ലേവർ ആയിരിക്കും. നമുക്ക് ഷവർമ, ഫ്രൈഡ് ചിക്കൻ, ഗ്രിൽ ചിക്കൻ ഇതിനായിട്ടൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗാർലിക് സോസ്. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് വിവരം അറിയിക്കണം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു റെസിപ്പി തന്നെയാണ്, എന്നാലും 2-3 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രീതി മനസ്സിലാവും. നല്ല ഗാർലിക് സോസ് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.